നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ജനക മഹാരാജാവ് ശുഗനെ എല്ലാ ബ്രഹ്മതത്വങ്ങളും ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ശുഗൻ്റെ സംശയങ്ങളെല്ലാം നിവർത്തിക്കുകയാണിപ്പോൾ ജനക മഹാരാജാവ് ചെയ്യുന്നത്. വിദ്യയെയും അവിദ്യയെയും പറ്റിയൊക്കെ മഹാന്മാർ സദാ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണെന്ന് ശുഗനോട് പറയുന്നു. വെയിലില്ലാതെ ഒരിക്കലും തണലിൻ്റെ സുഖം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് അവിദ്യയില്ലാതെ വിദ്യയുടെ മഹത്വം അറിയാൻ വെയിലില്ലാതെ തണലിൻ്റെ സുഖം അറിയാനൊക്കുകയില്ലല്ലോ. അതുപോലെ അവിദ്യയില്ലാതെ വിദ്യയുടെ മഹത്വം എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? നമ്മളുടെ കണ്ണ്, ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ രൂപം, ശബ്ദം തുടങ്ങിയ ഗുണങ്ങളിൽ വിഹരിക്കുന്നവയാണ്. പഞ്ചഭൂതങ്ങൾ അവയുടെ തന്മാത്രകളിലും വർത്തിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഇന്ദ്രിയ വിഷയങ്ങളിലാണ് വിഹരിക്കുന്നത്. എല്ലാ വിധത്തിലും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ട എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളും വേദങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ശുഗനെ അറിയിക്കുന്നു. ധർമ്മം നശിച്ചാൽ എല്ലാ ആചാരങ്ങളും ലംഘിക്കപ്പെടും. അതുകൊണ്ട് വേദത്തിൽ ഉപദേശിക്കുന്ന മാർഗത്തിലൂടെ പോകുന്നവർക്കാണ് നന്മയുണ്ടാകുന്നത്. പിന്നെയും ശ്രീ ശുഗൻ എന്താണ് ജനക മഹാരാജാവിനോട് സംശയം ചോദിക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്രീ ശുക ഉവാച. ശ്ലോകം 48. സന്ദേഹോ വർത്തതേ രാജൻ നിവർത്തതി മേ ക്വചിത് ഭവതാ കഥിതം യത്തത് ശൃണ്വതോ മേ നരാധിപ. രാജാവേ, അങ്ങ് പറഞ്ഞതെന്തോ അതൊക്കെ ശ്രദ്ധിച്ചു കേട്ടിട്ടും എൻ്റെ സംശയം തീരെ വിട്ടുപോകുന്നില്ല. ശ്ലോകം 49. വേദധർമ്മേഷു ഹിംസാ സ്യാത് ധർമ്മബഹുളാ ഹിംസാഃ കഥം മുക്തിപ്രദോ ധർമ്മോ വേദോക്തോ ബദഭൂപതേ. വൈദിക ധർമ്മങ്ങളിൽ ഹിംസയുണ്ട്. അധർമ്മം നിറഞ്ഞത് തന്നെയാണ് അത്. അതുകൊണ്ട് രാജാവേ, വേദോക്തമായ ധർമ്മം എങ്ങനെ മുക്തിപ്രദമാവൂ? ശ്ലോകം 50. പ്രത്യക്ഷേണ ത്വനാചാര സോമപാനം നരാധിപ പശൂനാം ഹിംസനം തദ്വത് ഭക്ഷണം ചാമിഷസ്യജ. മഹാരാജാവേ, പ്രത്യക്ഷമായ ഒരു അനാചാരമാണ് സോമപാനം. അതുപോലെ തന്നെ പശുഹിംസയും മാംസഭക്ഷണവും. ശ്ലോകം 51. സൗത്രാമണൗ തഥാ പ്രോക്തഃ പ്രത്യക്ഷേണ സുരഗ്രഹഃ ദ്യുതക്രീഡാ തഥാ പ്രോക്ത വ്രതാനി വിവിധാനി ച. സൗത്രാമണി എന്ന യാഗത്തിൽ പ്രത്യക്ഷമായി തന്നെ സുരാപാനം വിധിച്ചിട്ടുണ്ട്. അതുപോലെ ചൂതുകളിയും വിവിധ വ്രതങ്ങളും. ശ്ലോകം 52. ശ്രൂയതേ സ്മ പുരാഹ്യാസീത് ശശബിന്ദുർനൃപോത്തമഃ യജ്വാ ധർമ്മപരോ നിത്യം വദാന്യ സത്യസംഗരഃ. പണ്ട് ശശബിന്ദു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട്.
യാഗം നടത്തുന്നവനും ധർമ്മതൽപരനും ദാനശീലനും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം. ശ്ലോകം 53. ഗോപ്താച ധർമ്മസേതൂനാം ശാസ്താചോത്പഥഗാമിനാം യജ്ഞാച്ഛ വിഹിതാസ്തേന ബഹവോ ഭൂരിദക്ഷിണാഃ. ധർമാചാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവനും ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. ധാരാളം ദക്ഷിണ നൽകേണ്ട ഒട്ടേറെ യാഗങ്ങൾ അദ്ദേഹം ചെയ്തു. ശ്ലോകം 54. ചർമ്മണാം പർവ്വതോ ജാതോ വിന്ധ്യാചലസമപുനഃ മേഘാംബുപ്ലവനാജ്ഞാത നദീചർമ്മണ്വതീശുഭാം. യാഗത്തിൽ ഹിംസിച്ച പശുക്കളുടെ തോലെല്ലാം കൂടി വിന്ധ്യനോളം വലിയൊരു പർവ്വതമായി തീർന്നു. അതിന്മേൽ മേഘങ്ങൾ വർഷിച്ചതുമൂലമത്രേ പുണ്യായ ചർമ്മണ്വതി നദി ഉത്ഭവിച്ചത്. ശ്ലോകം 55. സോപി രാജാദിവം യാതാ കീർത്തിരസ്യാചലാ ഭുവി ഏവം ധർമ്മേഷു വേദേഷു നമേ ബുദ്ധി പ്രവർത്തതേ. ആ രാജാവും ദിവംഗതനായി. ഭൂമിയിൽ അദ്ദേഹത്തിന് ശാശ്വതമായ കീർത്തിയും ഉണ്ടായി. ഇത്തരം വൈദിക ധർമ്മങ്ങളിലേക്ക് എൻ്റെ ബുദ്ധി പോകുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.